നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സും ഗൈഡൻസുമൊക്കെ എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്, സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ്, 5 ഓഫ് വാണ്ട്സ്, 10 of cups, 10 of swords, 9 of wands, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, 2 of cups, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുള്ള, അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം. എന്നാൽ തിരിച്ച് നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ മനസ്സിലാക്കാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല. അങ്ങനെ ആരും ഉണ്ടാവാറില്ല എന്ന ഒരു വിഷമം എപ്പോഴും നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളെ ക്ഷമയോടെ കേൾക്കാനും നിങ്ങൾക്ക് ഒരു അമ്മയുടേതുപോലെ സ്നേഹവും കരുതലുമൊക്കെ നൽകി നിങ്ങളെ ചേർത്ത് നിർത്താനും കഴിയുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കൂടാതെ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും മോശം രീതിയിൽ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവരോട് ക്ഷമിക്കാനും അവർക്ക് മാപ്പ് നൽകാനുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയുമെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുകളെല്ലാം ശരിയായിട്ട് വരും. അതായത് ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന നല്ല ചിന്തകളും തീരുമാനങ്ങളുമൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ട് വരും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ സത്യം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പിന്നിൽ നിന്നും കുത്തുന്ന പല ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒക്കെ മുഖംമൂടി അണിഞ്ഞ് കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ തോൽവി ആഗ്രഹിക്കുന്ന പലരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പ്രപഞ്ചം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളിൽ വലിയൊരു വിഷമമൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന വലിയൊരു അപകടത്തിൽ നിന്നും പ്രപഞ്ചം നിങ്ങളെ മുൻകൂട്ടി രക്ഷപ്പെടുത്തുന്നതാണെന്ന് വിശ്വസിക്കുക. കൂടാതെ ഇവിടെ സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ്. അതായത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട നാളുകളെല്ലാം മാറി വെളിച്ചം വരാൻ പോകുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലുമൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജിയാണ് വന്നു ചേരാനായിട്ട് പോകുന്നത്. എന്ത് കാര്യം പറയുന്നതിലായാലും പ്രവർത്തിക്കുന്നതിലായാലുമൊക്കെ ഒരു ആത്മവിശ്വാസം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൂടാതെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഘോഷങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒക്കെ ഒരു ഒത്തുചേരലാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടലും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സന്തോഷം അനുഭവിക്കാനായിട്ട് പോകുന്ന ഒരു സമയമാണിത്. മനസ്സ് തുറന്ന് ചിരിക്കാനും ജീവിതം ആസ്വദിക്കാനുമൊക്കെ പറ്റുന്ന ഒരു
നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. കൂടാതെ ഇവിടെ 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്നിടത്തോ ഒക്കെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണെങ്കിൽ അവിടെ തളർന്നു പോവാതെ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിറയുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീടോ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പങ്കാളി, അതുപോലെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം, അങ്ങനെ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാൽ നിങ്ങൾ ചുറ്റപ്പെടുന്ന ഒരു സമയമാണിത്. കൂടാതെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു കഷ്ടപ്പാടിൻ്റെയും വിഷമഘട്ടത്തിൻ്റെയും ഒക്കെ ഒരു അവസാനമാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കരിയറിലോ ഒക്കെ വലിയൊരു ചതിയോ അല്ലെങ്കിൽ മാനസിക തകർച്ചയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുമൂലം ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് തോന്നുന്ന വിധം നിങ്ങൾ തളർന്ന് പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സൺ കാർഡിൻ്റെ എനർജിയിൽ പറഞ്ഞതുപോലെ ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് സൂര്യൻ ഉദിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നാളുകൾക്ക് ശേഷം ഇനി വെളിച്ചം വരാനായിട്ട് പോവുകയാണ്. കറുത്ത നാളുകൾ ഇവിടെ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതേപോലെ ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പലരും വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ മൂലമോ സാഹചര്യങ്ങൾ മൂലമോ ഒക്കെ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ വന്ന് ചേർന്ന് അതിനോടൊക്കെ പോരാടി നിങ്ങളിപ്പോൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത്. എന്നാൽ നിങ്ങളുടെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ തോറ്റു കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ സണ്ണിൻ്റെ എനർജിയിലും 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയിലും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു അവസാനം ഈ ഒരു സമയം ഉണ്ടാവുന്നതാണ്. ഇതിനുശേഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ പ്രകാശമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ പോകുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതിയാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള അവഗണനയും തെറ്റിദ്ധാരണയും ഒക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മുന്നിൽ കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇനി നിങ്ങൾ അനുഭവിച്ച അപമാനത്തിനും കണ്ണീരിനുമൊക്കെ പ്രപഞ്ചം നിങ്ങൾക്ക് നീതി നൽകാനായിട്ട് പോവുകയാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ സത്യം വെളിപ്പെടുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു സമയമാണിത്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത ക്രൂരതകൾക്ക് കാലം കണക്ക് ചോദിക്കുന്ന ഒരു സമയമാണിത്. കൂടാതെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് മുമ്പുള്ള എനർജികളിലൊക്കെ പറഞ്ഞതുപോലെ ബന്ധങ്ങളിലെ ഐക്യവും വിശ്വാസവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പലർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പലർക്കും ഒരു പ്രണയം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നടത്തിയ പ്രയത്നങ്ങൾക്കൊന്നും ഒരു നഷ്ടവും വരില്ല എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾക്കർഹിച്ച പ്രതിഫലം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ
പണം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്കൊരു പക്വത ഉണ്ടാകുന്നുണ്ട്. പണം സമ്പാദിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.